പാലായിൽ തിരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് CPM എത്തിച്ച ആന വിരണ്ടു. ഇടത് സ്ഥാനാർത്ഥി VN വാസവന്റെ ചിത്രം പതിപ്പിച്ച തിടമ്പേറ്റിയ ആനയാണ് വിരണ്ടത്. വാസവന്റെ ചിത്രം പതിപ്പിച്ച തിടമ്പ് താഴെ വീണു. ഒപ്പം ആനപ്പുറത്തുണ്ടായിരുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രവും താഴെ വീണു. ഭയന്ന പാർട്ടിക്കാർ നാലുപാടും ചിതറിയോടി. ആനപ്പുറത്തിരുന്ന പാർട്ടിക്കാരും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശത്തിനിടെ പലയിടത്തും CPMകാർ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. പോലീസുകാർക്കുൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് നടന്ന കൊട്ടിക്കലാശത്തിൽ പരക്കെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് CPM. അമ്പലപ്പുഴയിൽ NDA റാലിക്ക് നേരെയാണ് അവർ ആക്രമണം ആദ്യം അഴിച്ചുവിട്ടത്. BJP മണ്ഡലം സെക്രട്ടറി അടക്കമുള്ളവർക്ക് സംഭവത്തിൽ പരിക്കേറ്റു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. LDF UDF പ്രവർത്തകർ സംയുക്തമായി ചേർന്നായിരുന്നു ആക്രമണം. അതേസമയം കായംകുളം, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിൽ LDF SDPIയുമായി ചേർന്ന് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നേതാക്കളടക്കം 8 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. സംസ്ഥാനത്തുടനീളം ആസൂത്രിതമായി ആക്രമണം നടത്തിയ CPM മറ്റു പാർട്ടി സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോകളും തടഞ്ഞു. പ്രവർത്തകരെയും പോലീസുകാരെയും കയ്യേറ്റം ചെയ്തു. സ്ത്രീകൾ അടക്കമുള്ളവർക്ക് പരിക്കേറ്റിരുന്നു. കഴക്കൂട്ടത്തിന് സമീപം NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന്റെ വാഹനം തടയാൻ ശ്രമിക്കുകയും പത്തനംതിട്ടയിൽ K സുരേന്ദ്രന്റെ റോഡ് ഷോ തടയുകയും ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. കേരളത്തിലെ 20 സീറ്റിലടക്കം 117 മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കേരളത്തിന് പുറമെ ഗുജറാത്തിലെയും ഗോവയിലെയും മുഴുവൻ സീറ്റുകളിലും മൂന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കും. 13 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശത്തുമാണ് മൂന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെ പരസ്യപ്രചരണം കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. അനശ്വര രക്തസാക്ഷികൾക്ക് കൈകളിയാത്ത പോരാട്ടവും ഇന്നോ ചവിട്ടിയോ ചവിട്ടിയില്ല. കൊമ്പ് വീഡിയോ ഇടിയല്ലേ? ഇതിനൊക്കെ ജയിച്ചു വരാൻ പോകുന്ന നേതാക്കന്മാര് ഇതിനൊക്കെ ജയിപ്പിക്കട്ടെ. ആന എന്നാ പറയുകയാണെങ്കിൽ അല്ലേ കണ്ടില്ലേ വടി കണ്ടി